നമസ്കാരം. ശബരിമല കേസ് 14ാമത്തെ അറസ്റ്റിലേക്ക് പോവുകയാണ്. 13 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 13 പേരെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിൽ തുടങ്ങി രാജീവ് കണ്ഠരര് രാജീവ് വരെ നിൽക്കുമ്പോൾ 13 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും അറസ്റ്റ് ചെയ്യാതിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാള് ജയശ്രീയാണ്. അവരിങ്ങനെ കോടതിയുടെ ചില നമ്പറൊക്കെ കാണിച്ച് അവരിങ്ങനെ ഉരുട്ടി നിൽക്കുകയാണ്. ജയശ്രീയെ അടിയന്തരമായിട്ട് അറസ്റ്റ് ചെയ്താൽ ഇതിന്റെ ട്വിസ്റ്റ് വീണ്ടും മാറും. അവർ ദേവസ്വം സെക്രട്ടറി ആയിരുന്നു. അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട്. പല കാര്യങ്ങളും അവരിൽ നിന്ന് കണക്ട് ചെയ്യാനുണ്ട്. അതുപോലെ പ്രധാനമാണ് 3ാമത്തെ തവണ പ്രശാന്തിനെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഈ പ്രാവശ്യത്തെ മെമ്പർമാരെയും ചോദ്യം ചെയ്യാൻ പോകും. ജയകുമാർ IAS ഒഴിച്ചുള്ള ബാക്കി ആളുകളെയും കണക്ട് ചെയ്യാൻ പോവുകയാണ് ഗവൺമെന്റ്, അല്ലെ SIT. അപ്പോൾ പ്രശാന്തിനെ 3ാമതാണ് ചോദ്യം ചെയ്യുന്നത്. സാധാരണ 2ാമത് ചോദ്യം ചെയ്യുമ്പോഴേ അറസ്റ്റിൽ വരേണ്ടതാണ്. മറ്റെല്ലാവരുടെ കാര്യത്തിൽ അങ്ങനെ വന്നു. പക്ഷെ ഇത് പ്രശാന്തിനെ 2ാമത് ചോദ്യം ചെയ്തിട്ടും ചെറുതായിട്ടൊന്ന് വിട്ടു. അതിനൊരു കാരണം നമ്മൾക്ക് മനസ്സിലാക്കി തോന്നുന്നത് KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു തന്ത്രം ഈ IPS ലെവലിൽ ഒരു തന്ത്രം കളിച്ചോ, ഹരിശങ്കർ ലെവലിലൊക്കെ ഒരു തന്ത്രം കളിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഹരിശങ്കറിനെ പിടിച്ചിങ്ങനെ വെച്ച കൂട്ടത്തിൽ ശങ്കരദാസിനെ പിടിച്ചു വെച്ച കൂട്ടത്തിൽ ഇവരെയും കൂടെ പിടിച്ചിരുന്നത്. പക്ഷേ കാര്യം ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാതിരുന്ന പിന്നെ അത് വലിയ ചോദ്യം വരും. ഇപ്പൊ ശങ്കരദാസ് കൂടെ അറസ്റ്റ് ആയ കാര്യത്തിൽ ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല. SITക്ക് 2 പേരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുക, അറസ്റ്റ് ചെയ്യുക. പ്രശാന്തിനെ ചോദ്യം ചെയ്യുക, അറസ്റ്റ് ചെയ്യുക. അതിലേക്ക് തന്നെയാണ് കഥ നീങ്ങുന്നത്. അത് ഈ ആഴ്ച ഉണ്ടാകുമോ അടുത്ത ആഴ്ച ഉണ്ടാകുമോ എന്നുള്ള മാത്രമേ സംശയമുള്ളൂ. അതിലേക്ക് പോകും കാര്യങ്ങൾ. പിന്നെയാണ് ബാക്കിയുള്ള ആളുകളെ ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ സോണിയാഗാന്ധി മൊഴിയെടുക്കണം, അടൂർ പ്രകാശിന് മൊഴിയെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ആന്റോ ആന്റണിയിൽ മൊഴിയെടുക്കണം. ഇനി ഒരു കഥ എന്തെന്ന് വെച്ചാൽ തൊണ്ടി മുതൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ശബരിമലയിലെ തൊണ്ടി മുതൽ എവിടെയാണ് ഉള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതുവരെയും ഒരു കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ വാജി വാഹനത്തിലേക്ക് കിടന്ന് കറങ്ങുകയാണ്. വാജി വാഹനം ശരിക്കും പറഞ്ഞുള്ള തന്ത്രിക്ക് അവകാശപ്പെട്ടാണെന്നുള്ളൊരു അജയ് തറയിൽ എന്ന് പറയുന്ന നേരത്തെ ദേവസ്വം ബോർഡ് മെമ്പറൊക്കെ വന്ന് പറയുന്നത് വാജി വാഹനം അങ്ങനെ കൊടുത്തു വിടുന്നൊരു ശീലമൊക്കെ ഉണ്ട്. അതിങ്ങനെ തന്ത്രിമാർക്ക് കൊടുത്തുവിടും. പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. ചില സ്ഥലത്ത് തന്ത്രിമാർ കൊണ്ടുപോകും, ചിലർ കൊണ്ടുപോകില്ല എന്നൊക്കെ പറയുന്ന ഒരു കഥ കേട്ടുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു തന്ത്രി കുടുംബമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ പിള്ളേർക്ക് കളിക്കാൻ വരെ കൊണ്ട് കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അറിഞ്ഞൂടാ, നമുക്കറിയത്തില്ല. കുട്ടികൾക്ക് കളിക്കാൻ വാജി വാഹനം കൊണ്ട് കൊടുക്കുമെന്നൊക്കെ ചോദിച്ചാൽ അത് തന്ത്രി കുടുംബങ്ങൾ പറയുന്നതാണ്, നമുക്കറിയത്തില്ല. പക്ഷേ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. PS പ്രശാന്തിന്റെ കാരണം 2025 ദ്വാരപാലക വിഗ്രഹങ്ങളും അഷ്ടപാലക വിഗ്രഹങ്ങളും ഒക്കെ മാറ്റിക്കൊണ്ടു പോകാൻ അത് സ്വർണം പൂശാനും അതിന്റെ കേടുപാട് അറ്റകുറ്റപ്പണികൾ തീർക്കാനുമുള്ള എടുത്തോണ്ട് പോകാനുള്ള ഒരു ശ്രമം ശക്തമായി നടത്തി. അതിൽ വളരെ കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ അത് കൊടുത്തു. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു ഷെയ്ഡി ക്യാരക്ടറായിട്ടുള്ള ഫ്രോഡായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും എങ്ങനെ പ്രശാന്ത് ഇത് കൊടുത്തു എന്നുള്ളതാണ് SITയെ കുഴയ്ക്കുന്ന ചോദ്യം. അങ്ങനെ SIT ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു ഉത്തരം SIT കിട്ടിയേ പറ്റൂ. 1998 മുതൽ 99 മുതൽ ശബരിമലയിൽ നടക്കുന്ന കൊള്ളയുടെ ഭാഗമായി നിന്നിട്ടുള്ള ഒരു പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എങ്ങനെയാണ് 2025 പുതിയ പ്രസിഡന്റ് വന്നിട്ടും 3ാമത്തെ പ്രസിഡന്റ് വന്നിട്ടും വാസു ദേവസ്വം ബോർഡിന്റെ ചുമതല ഉണ്ടായിരുന്നു. വാസു സഹായിച്ചു, പത്മകുമാർ സഹായിച്ചു, അടുത്തത് ഇദ്ദേഹം സഹായിക്കുകയാണ്. അതെങ്ങനെയാണ് തുടർച്ചയായി സഹായിക്കാൻ പറ്റും? അപ്പൊ ഇതിനെ കണക്ട് ചെയ്യുന്ന ഏജൻസി ആരാണ്, അല്ലെ വ്യക്തി ആരാണ്? അതിന് തന്ത്രിയാണ് ഇവരെയൊക്കെ പരിചയപ്പെടും. കാരണം തന്ത്രി വളരെ ദിവ്യനായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നല്ലോ അവിടെ. അപ്പൊ തന്ത്രി സ്വാഭാവികമായിട്ട് പറയുമ്പോൾ പ്രത്യേകിച്ച് കണ്ഠരര് രാജീവ് എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങൾ സീനിയർ ആയിട്ടുള്ള ഒരു തന്ത്രിയാണ്. അപ്പൊ അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വിശ്വസിച്ചിരുന്നു. അത് പറഞ്ഞത് കേട്ടത് കൊണ്ടാണോ പ്രശാന്ത് ഇതിനകത്ത് കൈവച്ചത് എന്നുള്ള ഒരു സംശയം വളരെ സീരിയസ് ആയിട്ട് SITക്ക് ഉണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് 3ാമതും SIT ചോദ്യം ചെയ്യാൻ പോകുന്നത്. ആ ചോദ്യം ചെയ്യലിൽ തീർച്ചയായിട്ടും പ്രശാന്ത് അകത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കേസ് ഇങ്ങനെ നടന്ന് കറങ്ങുന്നുണ്ട്. 2ാമത്തെ തവണയാണ് കടകംപള്ളി സുരേന്ദ്രനെ ഇനിയിപ്പോ ചോദ്യം ചെയ്യേണ്ടത്. 2ാമത്തെ തവണ ചോദ്യം ചെയ്യുമ്പോൾ വരുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, തന്ത്രിയെ പിടിച്ചപ്പോൾ തന്ത്രി ഏതെങ്കിലും തരത്തിൽ കടകംപള്ളിയുടെ പേരോ മറ്റോ പറഞ്ഞിട്ടുണ്ടോ? ഒരു ലീഡ് അതാണ് വരാൻ പോകുന്നത്. സെക്കൻഡ് ലീഡ് എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണന്റെ ഒരു ലീഡുണ്ട്. ഉണ്ണികൃഷ്ണൻ ഇദ്ദേഹത്തിന് ഒരുപാട് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കഴക്കൂട്ട മണ്ഡലത്തിൽ ഇദ്ദേഹത്തിന്റെ വീടിന് പാലുകാച്ചിന് വന്നു, അവിടെ വന്നു, കല്യാണത്തിന് വന്നു, കുറെ കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ പങ്കെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ടെലിഫോൺ ഡയറക്ടറി നോക്കിക്കൊണ്ടിരിക്കുക, ടെലിഫോണിന്റെ കോൾ ലിസ്റ്റ് നോക്കുകയാണ്. ഇതെല്ലാം കൂടി ബന്ധപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി. പിന്നെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാതെ പോയ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വിദേശയാത്രയാണ്. ധാരാളം വിദേശയാത്ര നടത്തിയിരിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ. ഈ 12ഓളം രാജ്യങ്ങളിൽ പോയിരിക്കുകയാണ്. അതിലൊരു 3 രാജ്യങ്ങളിൽ പോയത് ഔദ്യോഗികമായ സർക്കാരിന്റെ പരിപാടികൾക്കാണ് പോയത്. അല്ലാതെ
9ഓളം രാജ്യങ്ങളിൽ പോയിരിക്കുന്നത് സ്വകാര്യ ആവശ്യങ്ങൾക്കാണ്. പലവട്ടം പോയിട്ടുണ്ട്. ഇറ്റലിയിൽ പലവട്ടം പോയിട്ടുണ്ട്. ഇറ്റലിയിൽ എന്തിനാണ് ഒരാൾ പലവട്ടം കേരളത്തിൽ നിന്ന് ഒരു പ്രാവശ്യം പോകുന്നു, കാണാൻ പോകുന്നു, അല്ലെങ്കിൽ ഒഫീഷ്യൽ മീറ്റിംഗിന് പോകുന്നു. പക്ഷെ പലവട്ടം എന്തിനാണ് ഇറ്റലിയിൽ പോകുന്നത്? UAE പലവട്ടം പോയിരിക്കുന്നു, പരിപാടികൾക്കല്ല പോയത്. അപ്പോൾ ഒരു സ്ഥലം കാണാൻ ഒരാൾ ഒന്നിലധികം പ്രാവശ്യം അതേസമയം മന്ത്രി എന്നുള്ള നിലയിൽ മറ്റു രാജ്യത്ത് പോയാൽ ഓക്കെ, ഒരു രാജ്യത്ത് ഒരിക്കൽ പോയി അത് കണ്ടു, ഫാമിലി ആയിട്ട് മറ്റൊരു രാജ്യത്ത് പോയാൽ അത് നമുക്ക് സ്വാഭാവികം, അതൊരു ക്രൈസ് ഉള്ളവർ ഇങ്ങനെ ടൂർ പോകും. പക്ഷെ അതല്ല, ഇത് ഒരേ രാജ്യത്ത് തന്നെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കല്ലാതെ പലവട്ടം പോയിരിക്കുന്നു. മാത്രമല്ല പോയ രാജ്യങ്ങളിലാണെങ്കിൽ ആന്റിക്വിറ്റ്സും അതും ഇതുമൊക്കെ വിൽക്കുന്ന രാജ്യങ്ങളുമാണ്. അവർക്കാണെങ്കിൽ ഇന്ത്യയിലുള്ള ആന്റിക്വിറ്റ്സ് വിൽക്കുന്ന പുരാവസ്തുവൊക്കെ വിൽക്കുന്നവരുമായി ബന്ധവുമുണ്ട്. ഇത് നല്ലൊരു കണക്ഷനാണ്, നല്ല രസകരമായ ഒരു കണക്ഷനാണ്. കടകംപള്ളി സുരേന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിയും വിദേശ രാജ്യങ്ങളിൽ പോകുന്നു. ആ പോകുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് തുടർച്ചയായി പോകുന്നു. ആ പോകുന്ന രാജ്യങ്ങൾ പിന്നെ സ്വർണ്ണ വ്യാപാരവും പുരാവസ്തു വ്യാപാരവും ബന്ധമുള്ളതാണ്. ആ ബന്ധമുള്ളവർക്ക് ഇന്ത്യയിലും ഡൽഹിയിലും നല്ല ബന്ധമുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കണക്ഷനാണ് SIT ലീഡായിട്ട് ലിങ്ക് ആയിട്ട് എടുക്കേണ്ടത്. അതെടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് SITക്ക് ഇതിനകത്ത് കടകംപള്ളിയിലേക്ക് കാര്യങ്ങൾ ലീഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കടകംപള്ളിയെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ കടകംപള്ളി അറസ്റ്റ് ചെയ്യുന്നു, PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഇതിനകത്തുള്ള റോൾ എന്താണ്? മുഖ്യമന്ത്രി കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ? 2 റോളാണ് മുഖ്യമന്ത്രിയെ കുറിച്ച് ലീഡ് ചെയ്യേണ്ടത്. ഒന്ന്, കടകംപള്ളി സുരേന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ലയോ? ഒരു ചോദ്യം, ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, കടകംപള്ളി സുരേന്ദ്രന് പറഞ്ഞിട്ടാണോ മുഖ്യമന്ത്രി ഈ ആംബുലൻസിന്റെ കഥയിൽ കൈവച്ച് കൊടുക്കുന്നത്? അതോ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ഈ പോറ്റിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? അടുത്തൊരു ചോദ്യം വരും. അപ്പൊ 3 ചോദ്യം അവിടെ തന്നെ ഉയർന്നു വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു 3 ചോദ്യമായി നമ്മളെ ഇദ്ദേഹവുമായി ബന്ധിപ്പിക്കേണ്ടി വരും, CM-മായി ചോദ്യം ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പിന്നെ സോണിയാഗാന്ധിയുടെ അടുത്ത് കൊണ്ടുപോയതാരാണ്? അതൊരു ചോദ്യം. ആ കൊണ്ടുപോകുന്ന ആളുകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നിരന്തര ബന്ധമുണ്ടോ? അടുത്ത ചോദ്യം. അങ്ങനെ നിരന്തര ബന്ധമുണ്ടെങ്കിൽ അത് അടൂർ പ്രകാശാണോ അതോ ആന്റോ ആന്റണിയാണോ? അവരും ഇവരുമായിട്ടുള്ള ഇടപാടുകൾ എന്താണ്? എന്തെങ്കിലും ഇടപാടുകളുണ്ടോ? സാമ്പത്തിക ഇടപാടുകളുണ്ടോ? അവർ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അടൂർ പ്രകാശിന്റെ ആന്റോ ആന്റണിയുടെ വിദേശ രാജ്യങ്ങളെ കുറിച്ചുള്ള ലിസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല. അവർ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ? അവിടെ അതുപോലെ തന്നെ സോണിയാഗാന്ധിയെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ? ഇറ്റലിയിലൊക്കെ പോയി, ഇറ്റലിയിൽ അവരുടെ ബന്ധുക്കളാണുള്ളത്, അതുകൊണ്ട് പോയോ? ഇത് സംബന്ധിച്ച വളരെ കൃത്യമായ ഒരു കണക്കെടുപ്പ് കൂടി വേണ്ടിവരും. അപ്പൊ ഇത്തരം കണക്കെടുപ്പുകൾ അത്രയും പൂർത്തിയായാൽ നമുക്ക് ഒരു ഘട്ടം പൂർത്തിയായെന്ന് പറയാം. പിന്നെ അറിയേണ്ടത് തൊണ്ടി മുതൽ എവിടെയുണ്ട്, ഏതൊക്കെ രാജ്യത്ത് കൊടുത്തു, ആർക്ക് വിറ്റു, ഇത്രയും അറിയുക എന്നുള്ളതാണ്. എന്തായാലും 4-5 ആഴ്ച കൂടി 3-4 ആഴ്ച കൂടി SITക്ക് ഉണ്ട്. 19-ാം തീയതി അടുത്ത ദിവസങ്ങളിലാണ് SIT ഹൈക്കോടതിയിൽ ഇത് കൊടുക്കുമെന്ന് പറയുന്നു. ഫസ്റ്റ് റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറയുന്നു. ഫസ്റ്റ് അല്ല, സെക്കൻഡ് റിപ്പോർട്ട്. ഫസ്റ്റ് ഒരു ചെറിയ പ്രിലിമിനറി റിപ്പോർട്ട് കൊടുത്തു, സെക്കൻഡ് റിപ്പോർട്ട് പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ആയിരിക്കും എന്ന് പറയുന്നു. ഇതിനിടയിലാണ് 87 ദിവസം കഴിഞ്ഞ് 90 ദിവസത്തിലേക്ക് അടുത്തതിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നെ ജാമ്യത്തിന് അപേക്ഷിച്ചത്. പക്ഷേ കോടതി പറഞ്ഞു ഈ കേസിൽ ജാമ്യം തരാൻ പറ്റില്ല, അത് SIT തടസ്സം നിൽക്കുന്നു. കാരണം ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, സ്വാഭാവിക നീതി ഇതിലില്ല നിങ്ങൾക്ക്. കാരണം 90 ദിവസം കഴിഞ്ഞാലും നിങ്ങൾക്ക് സ്വാഭാവിക നീതിയുടെ എലമെന്റ് ഈ കേസിലില്ല എന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ കൗതുകകരമായ ഒരു ട്വിസ്റ്റിലേക്കാണ് ശബരിമല കേസ് ഓരോ നിമിഷവും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഈ തിരമാല പൊങ്ങും ഇറങ്ങും ചെയ്യുന്ന പോലെയാണ് ശരിക്കും ഈ SIT പ്രവർത്തിക്കുന്നത്. അത് പോരാ, കുറച്ചുകൂടെ സ്റ്റേബിൾ ആൻഡ് സ്റ്റഡി ആയിട്ട് പ്രവർത്തിച്ചാൽ ആളുകളിൽ വിശ്വാസ്യത കൂട്ടാൻ കഴിയും.